ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് പരിചയപ്പെടുത്തുന്ന നിങ്ങൾ ഓൾറെഡി തന്നെ തമ്മിലിനെ കണ്ട പോലെ നമുക്ക് ഒറ്റ ക്ലിക്കിൽ നമുക്ക് മോഡലിൻ്റെയോ അല്ലെങ്കിൽ ഇമേജസിൻ്റെയോ ഡ്രസ്സിൻ്റെ കളേഴ്സ് നമുക്ക് എനി കളറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അറിയാവുന്നൊരു ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാം. അറിയത്തില്ലാത്തൊരു ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിപ്സ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതൊരു ചെറിയ ടിപ്സാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ ഫോട്ടോഷോപ്പ് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ ആദ്യം ഒരു ഇമേജ് എടുത്തു, വേറൊരു ഇമേജ് എടുത്തു, വേറൊരു ഇമേജ് എടുത്തു. 3 ഇമേജിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് സിമ്പിളായിട്ട് നോക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ലെയറുണ്ട്. അപ്പോൾ ലെയർ ഇല്ലാത്തവർ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ വിൻഡോയിൽ പോയിട്ട് എന്താണെന്ന് വെച്ചാൽ ലെയർ എന്ന് പറഞ്ഞ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലെ F7 നമ്മുടെ കീബോർഡിനത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വരും. അതിന് ശേഷം എന്നാ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ലെയറിൻ്റെ റൈറ്റ് സൈഡിൽ താഴെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പം അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹ്യൂ വേഴ്സസ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിൻ്റെ ഇതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഒരു കൈയിൻ്റെ ചിഹ്നം കണ്ടില്ലേ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു പിക്കർ ആയിരിക്കും ഇത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളറൊന്ന് ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്നാ ചെയ്താൽ ഈ ഹ്യൂവിൻ്റെ വാല്യൂ വേറൊരു കളറിലേക്ക് നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അതിൻ്റെ ഡ്രസ്സിൻ്റെ കളേഴ്സ് നമുക്ക് സിമ്പിളായിട്ട് ഏത് ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. നമുക്ക് അതിൻ്റെ സാച്ചുറേഷൻസോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിൻ്റെ സാച്ചുറേഷൻ്റെ ചേഞ്ചസും കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇവിടെ ബ്ലൂവിൻ്റെ ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് റെഡ് കണ്ടോ, നമുക്ക് ഓൾറെഡി അതിൻ്റെ കളേഴ്സും കാര്യങ്ങളും, അപ്പം നമുക്ക് ഷെയ്ഡ്സും കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ നിൽക്കും. ഇനി എന്തെങ്കിലും നമ്മുടെ മുഖത്തോ അല്ലെങ്കിൽ നമ്മൾ താടിയിലോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഒരു ബോഡിയിൽ കയറുന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കണ്ടോ ഒരു കളറിൻ്റെ ഒരു വീല് കിടക്കുന്ന അവിടെ ജസ്റ്റ് ഒന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ജസ്റ്റ് ഒരു മാസ്ക് പോലെയാണ് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ ഇമേജിനെ ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു. ഇനി ഇതേപോലെ നമുക്ക് അടുത്തൊരു ഇമേജ് നോക്കാം. ഞാൻ ഇതേപോലെ സെക്ഷൻ എടുത്തു, ഹ്യൂ ആൻഡ് വേഴ്സ് സാച്ചുറേഷൻ എടുത്തിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. വേറൊരു സെക്ഷൻ അതൊക്കെ ഞാൻ റെഡിനകത്തേക്ക് കൊണ്ടുവച്ചു. കണ്ടോ, ഒരു സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രസ്സിൻ്റെ കളേഴ്സ് നമുക്ക് ഒറ്റ ക്ലിക്കിനുള്ളിൽ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ താഴെ വന്നിട്ട് ആ വാല്യൂസ് ഒന്ന് നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ഇമേജിലേക്ക് നോക്കാം. അടുത്ത ഇമേജിൽ അതേപോലെ ഞാൻ ക്ലിക്ക് ചെയ്തു, ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞ ക്ലിക്ക് ജസ്റ്റ് വന്നു, ജസ്റ്റ് ഇതുമ്പോൾ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ നീക്കുന്നു. കണ്ടോ നമുക്ക്. അപ്പോൾ ഇവിടെ ഓൾറെഡി തന്നെ കണ്ടോ കുറച്ച് ഇമേജസിൻ്റെ ചേഞ്ചസ് ഉണ്ട്, അത് പിക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത് താഴത്തെ വാല്യൂ ഒന്ന് ജസ്റ്റ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എന്ത് ചെയ്തു, താഴത്തെ വാല്യൂ നമ്മൾ അറേഞ്ച് ചെയ്തപ്പോൾ തന്നെ ഏകദേശം അതിൻ്റെ ഭാഗം എല്ലാം മുഴുവനും കൂടെ നമ്മളൊരു മാസ്ക് സെലക്ഷൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്ത് നോക്കിയേ, എല്ലാ ഭാഗവും നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം ഇതേപോലെ നിങ്ങൾ ഫോട്ടോഷോപ്പ് എപ്പോഴെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിൻ്റെ ബാക്കിയുള്ളതിൻ്റെ കളേഴ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇനി കളേഴ്സിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതേപോലുള്ള കുഞ്ഞു ടിപ്സിന് വേണ്ടി ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കാനാണ്. അപ്പം പുതിയ വീഡിയോ കൊണ്ട് കാണുന്നതിനും വരെ ഓക്കെ, ബൈ, താങ്ക്സ്.